ഹലോ ഫോക്സ്, ഒരു ലോഡ് കെ ടി എംസുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. കെ ടി എംസിൻ്റെ ഒരു ലോകത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ കുറേ ഡ്യൂക്സ്, 250s, 125s, സ്വാറ്റ് പിലൻസും ഉണ്ട്. അവിടെ 390s ഉണ്ട്. നമുക്കിതാ അഡ്വഞ്ചർ സീരീസ് അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ കുറേ കെ ടി എംസും RC സീരീസെല്ലാം അവിടെയുണ്ട്. നമുക്ക് കുറച്ച് എക്സ്പൾസുകളും അതുപോലെ കുറച്ച് R15, V3, V4 എല്ലാം കാണാം. അതിൻ്റെ വില വിവരങ്ങൾ അറിയാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ബൈക്ക് വാങ്ങാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് ഇപ്പം തന്നെ കൊടുക്കുക. ഓക്കെ, ഒപ്പം ഈ ഒരു ബൈക്സിൻ്റെ വിലയെല്ലാം ഞാൻ പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, വില കൂടുതലാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയിക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് മുംബൈ മുളുന്തിലുള്ള ബുള്ളറ്റ് രാജ എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്സ് വിൽക്കുന്ന ഒരു ഷോറൂമിലാണ്. അപ്പോൾ ഒരുപാട് ബൈക്സ് ഉണ്ട്. നമ്മുടെ ബാക്കി ഈ ഒരു സീരീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരുപാട് ബൈക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു ബൈക്സ് എല്ലാം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ബൈക്സും കാണാം. സൂപ്പർ ബൈക്സ് മുതൽ, അതായത് 1600cc ഇൻലൈൻ 6 മുതൽ അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ ഒരുപാട് അങ്ങനെ ലിറ്റർ ക്ലാസ് ബൈക്കുകളും ഒരുപാട് പ്രീമിയം കാറ്റഗറി ബൈക്കുകളും ഒരുപാട് ഹാർലി ഡേവിഡ്സൺസും എല്ലാം നമ്മൾ കണ്ടു. അങ്ങനെ നമ്മളത് എവിടെ എത്തിയിരിക്കുകയാണ്. ഒരു ഡ്യൂക്ക് 390 BS4 32,000 കിലോമീറ്ററോളം ഓടിയിട്ടുള്ള ഒരു ഡ്യൂക്ക് 390 BS4ൻ്റെ ആസ്കിങ് പ്രൈസ് 2 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുംബൈ ബേസ്ഡ് ആണ് നിങ്ങളെങ്കിൽ ഇവർ ലോണും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. 30% ഈ ഒരു വിലയുടെ 30% നിങ്ങൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുക. ബാക്കി നിങ്ങൾക്ക് ലോൺ ഇവർ അവെയിൽ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, കുറച്ച് മോഡ്സൊക്കെ ചെയ്തിട്ടുള്ളൊരു ബൈക്കാണ്. അതുകൂടാതെ നിങ്ങൾ ബൈക്ക് നിങ്ങൾക്ക് കേരളത്തിലാണ് അഡ്രസ്സ് ഉള്ളതെങ്കിൽ പോലും NOC അവർ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബൈക്ക് ഇവിടെ നിന്ന് എടുത്തിട്ട് നാട്ടിലെ ഒരു ടാക്സ് അടച്ചിട്ട് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് വില ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ വന്ന് ഈ ഒരു ബൈക്സ് നോക്കി വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹമുണ്ട്, ഓക്കെ ഞാൻ നോക്കിയിട്ട് വാങ്ങി നിങ്ങൾക്ക് അയച്ചാൽ മതി എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എന്തായാലും മെസ്സേജ് അയയ്ക്കുക ഏതെങ്കിലുമൊക്കെ ഒരു ബൈക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ ആസ്കിങ് പ്രൈസ് 2 ലക്ഷം രൂപയാണ്. അഗെയിൻ വീണ്ടും ഒരു ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്, ഒരു 390 ഇരിപ്പുണ്ട്. പക്ഷേ അതിനൊരു ടാഗ് ഇട്ടിട്ടില്ല, മേ ബി സോൾഡ് ഔട്ട് ആയി കാണും. 390s ഇവിടെ വേറെ ഇരിപ്പുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ക്വാളിറ്റിയിലുള്ള 390 ഉണ്ട്. ഏറ്റവും പുതിയ മോഡലല്ല, അതിന് തൊട്ട് മുൻപത്തെ മോഡലൊക്കെയാണ്. ഇവിടെ നമുക്കൊരു സെക്കൻഡ് ഓണർ ഡ്യൂക്ക് 390 ഇരിപ്പുണ്ട്. സെപ്റ്റംബർ 2021 മോഡൽ, 2,20,000 രൂപയാണ് ആസ്കിങ് പ്രൈസ്. നല്ല ക്വാളിറ്റിയിലുള്ളൊരു ബൈക്കാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം 390s 250സിൻ്റെ കുറേയൊക്കെ ഞാൻ വില പറഞ്ഞു പോവാം. ഓക്കെ, ഇവിടെ ഒരു ഡ്യൂക്ക് 390 ഗ്രേ കളർ, മാർച്ച് 2021 ബൈക്കാണ്. 2.2 lakhs ആണ് ഇതിൻ്റെ ഒരു ആസ്കിങ് പ്രൈസ്. അഗൈൻ ഇതൊരു ഡ്യൂക്ക് 125 ആണ് കേട്ടോ. 1,70,000 രൂപയാണ് ആസ്കിങ് പ്രൈസ്. ഫെബ്രുവരി 2022 മോഡലാണ്. അവിടെ ഒരു 125s ഒക്കെ അവിടെ വേറെ ഇരിപ്പുണ്ട്. ഇവിടെ സ്വാറ്റ് പിലൻസ് ഇരിക്കുന്നുണ്ട്. സ്വാറ്റ് പിലന് ഒത്തിരി ഫാൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, ഡിസംബർ 2020 മോഡലാണ്. 1847 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ബൈക്ക്. 1.75 lakh ആണ് ആസ്കിങ് പ്രൈസ്. പുതിയ സ്വാട്ട് പിലൻ 401 ഒക്കെ വന്നിട്ടുണ്ട്. അതൊരു കുറച്ചുകൂടി ബെറ്റർ ബൈക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ബൈക്ക് വാങ്ങാനും ആഗ്രഹമുണ്ട്, അതുപോലെ ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഡ്യൂക്ക് 250s ഇവിടെ ഇരിപ്പുണ്ട്. ഇത് നല്ലൊരു ഇഷ്ടമുള്ള കളറാണ് ഈ ഒരു ഗ്രേ ആൻഡ് ഓറഞ്ച് 250. നല്ല ബ്യൂട്ടിഫുള്ളാണ്. 2021 ഫെബ്രുവരിയിലുള്ളൊരു ബൈക്കാണ്. ആസ്കിങ് പ്രൈസ് 2.15 lakh ആണ്. അഗെയിൻ ഡ്യൂക്ക് 250 ഒരു റെഡ് ആൻഡ് ഓറഞ്ച് കളറുള്ള സെപ്റ്റംബർ 2019 ബൈക്കാണ്. 1.7 lakh ആണ് ആസ്കിങ് പ്രൈസ്. അപ്പോൾ ഇത് പഴയ മോഡൽ 250 ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഹെഡ് ലാമ്പ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം. പുതിയ മോഡലിൽ ആ ഒരു 390 വന്നിരുന്ന പോലെ തന്നെ ഹെഡ് ലാമ്പ്സ് 250 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് എല്ലാ കളർ ഓപ്ഷൻസും ഉണ്ട് ഇവിടെ. അഗൈൻ 250 ഡ്യൂക്ക് 2,20,000 രൂപ. 2021 ഓഗസ്റ്റ് മോഡൽ. 2020 മോഡൽ 2,10,000 രൂപയുടെ ഒരു ഡ്യൂക്ക് 250. അങ്ങനെ കുറേ ഡ്യൂക്ക് 250s. അവിടെ ഡ്യൂക്ക് 200s ഉണ്ട്, അതിലേക്ക് ഞാൻ എത്തിക്കാം. പിന്നെ നമുക്കിവിടെ RCസിലേക്ക് പോകാം. ഓക്കെ, RCയിൽ പോയിട്ട് നമുക്ക് ഡ്യൂക്ക് 250 പോകാം. RC 200 പുതിയ മോഡൽ കേട്ടോ. പുതിയ മോഡൽ. ഇതിൻ്റെ ഒരു ഫുൾ ഓറഞ്ച് കളർ, നല്ല രസമുണ്ട് ഈ ഒരു ബൈക്ക് കാണാൻ. 2022 മാർച്ച് ബൈക്കാണ്. 2,05,000 രൂപ മാത്രമാണ് ആസ്കിങ് പ്രൈസ്. നന്നായിട്ട് എയറോഡൈനാമിക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വിൻഷീൽഡും ഒരു ഫ്രഷ് ലുക്കൊക്കെ ഉള്ളൊരു ബൈക്കാണ്. പക്ഷേ ഒരുപാട് ഫാൻ ബേസ് ഇല്ല, ഐ നോ ഓഫ് കോഴ്സ്. പക്ഷേ എനിക്ക് ഈ ഒരു ബൈക്ക് ഓടിച്ചിട്ടും കണ്ടിട്ടൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ബൈക്കാണ്. നല്ല ഫീലുള്ളൊരു ബൈക്കാണ് കേട്ടോ തീർച്ചയായിട്ടും. ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സ് എല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ട് തന്നെ KTM ഇറക്കിയിരിക്കുന്ന ഒരു ബൈക്കായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അഗ്രസീവ്നെസ് കുറഞ്ഞു പോയതുകൊണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. 2022 ഒക്ടോബറിലെ ബൈക്ക് 2,20,000 രൂപയാണ് ആസ്കിങ് പ്രൈസ്. അപ്പോൾ ഒരു 2 to 2.2 lakhs കണ്ട് ഇതിൻ്റെ ഒക്കെ ഒരു പ്രൈസ്. ഇതിൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷനാണ് കേട്ടോ. MotoGP ഓറഞ്ച് എഡിഷൻ. ഒക്ടോബർ 2022 4,800 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ബൈക്ക്. 2.15 lakh തന്നെയുള്ളൂ. ആ ഒരു റേഞ്ച് തന്നെയാണ് ചോദിക്കുന്നത്. നല്ല കളർ കോമ്പിനേഷനാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. 2021 പഴയ RC 200 ഇരിപ്പുണ്ട് 1.9 lakhന്. അങ്ങനെ ഒരുപാട് RC 200s ഇരിപ്പുണ്ട്. ഞാൻ എക്സ്പൾസിലേക്ക് കൊണ്ടുപോകാം. ബിഫോർ ദാറ്റ്
നമുക്ക് ഡ്യൂക്സ് കാണാം. ഡ്യൂക്ക് 200 ഞാൻ കുറച്ചെണ്ണത്തിൻ്റെ വില പറഞ്ഞ് കാണിച്ചിട്ട് നമുക്ക് അഡ്വഞ്ചേഴ്സിലേക്ക് പോകാം. അപ്പോൾ ഡ്യൂക്ക് 200 2021 1.7 ലാക്കാണ് ചോദിക്കുന്നത്. അതുപോലെ 2023 ഓഗസ്റ്റ് ബൈക്കാണ് 2.1 ലാക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ഐ തിങ്ക് 2.75 to 2.75 ഒക്കെയാണെന്ന് തോന്നുന്നു ഈ ഒരു ബൈക്കൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ളൊരു ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. നമ്മൾ അഡ്വഞ്ചർ 390ലേക്ക് വരുവാണ്. അപ്പോൾ നിങ്ങൾ 500cc താഴെ നല്ലൊരു അഡ്വഞ്ചർ ബൈക്ക് ആണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നൊരു ബൈക്കാണ്. ഇത് 21 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ഒന്നും ഇല്ലാന്നൊക്കെ ഉള്ളൂ, ഒരു കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റും. ഭയങ്കര കേപ്പബിലിറ്റി ഉള്ള ബൈക്കാണിത്. എനിക്ക് നല്ല ഇഷ്ടമുള്ള ബൈക്കാണ് ഡ്യൂക്ക് 390യുടെ ഡ്യൂക്ക് 390 അഡ്വഞ്ചർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കുറച്ച് മൈലേജ് ഇഷ്യൂസൊക്കെ ഉണ്ട്. അതായത് ഒരു 390cc നിന്ന് അത്രയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. ഒരു 20 to 25 ആ ഒരു റേഞ്ചിലൊക്കെ പ്രതീക്ഷിച്ചാൽ മതിയാവും. അപ്പോൾ 2020 നവംബർ മോഡൽ ബൈക്കാണ്. 2.9 lakhs ആണ് ആസ്കിങ് പ്രൈസ്. അപ്പോൾ ഒരു 4 lakh above ഒക്കെ വിലയുള്ളൊരു ബൈക്കാണ് കേട്ടോ. 2.75 lakhന് നിങ്ങൾക്ക് 2020 മാർച്ചിലുള്ള ഒരു ബൈക്ക് കിട്ടും. അഗൈൻ അഡ്വഞ്ചർ 390 എല്ലാ കളറും അവൈലബിൾ ആണ്. അതാണ് ഫെബ്രുവരി 2026 വരെ ഇതിന് ഒരു ഇൻഷുറൻസ് വാലിഡാണ്. 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2.75 lakhs എല്ലാ ബൈക്കിനും ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ വില പോകുന്നത്. 3.2 lakhൻ്റെ ഇന്ത്യ ഇരിപ്പുണ്ട്. സെപ്റ്റംബർ 2023 ഒട്ടും പഴക്കമില്ലാതെ 6 മാസം പോലും പഴക്കമില്ലാത്തൊരു ബൈക്കാണ് കേട്ടോ. കൊള്ളാം, ഗുഡ്, നൈസ്, നല്ല ക്വാളിറ്റിയുള്ളൊരു ബൈക്ക്. അഗൈൻ ഇപ്പോൾ ഇതിൻ്റെ പുതിയ വേരിയൻസ് ഒക്കെ വന്നിട്ടുണ്ട്. SW എന്ന് പറഞ്ഞ സ്പോക്ക് വീൽ വേരിയൻറ്റ്, അതുപോലെ ലോ സീറ്റ് ഹൈറ്റുള്ള വേരിയൻറ്റ്, എക്സ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ ഇലക്ട്രോണിക്സ് ഒക്കെ മാറ്റിയിട്ടുള്ള വേരിയൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് 390 വാങ്ങണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആ ഒരു കുറഞ്ഞ ഫീച്ചേഴ്സ് ഇല്ലാത്ത എക്സ് വേരിയൻ്റ് ഒക്കെ എടുക്കാം കേട്ടോ. അതായത് ഇലക്ട്രോണിക്സ് ഒന്നും നിങ്ങൾക്ക് അധികം ആവശ്യമില്ലെങ്കിൽ സിമ്പിൾ ഇലക്ട്രോണിക്സ് മാത്രമുള്ള ആ ഒരു ബൈക്കൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഒക്ടോബർ 2020 മോഡൽ ബൈക്ക് 2.5 lakhന് അത്യാവശ്യം കുറച്ച് അക്സറൈസ് ചെയ്തിട്ടുള്ള നല്ലൊരു 390 ഇരിപ്പുണ്ട് അവിടെ. അഗൈൻ 2.35 lakhന് ജനുവരി 2022 മോഡൽ ഒരു അഡ്വഞ്ചർ 390 ഇവിടെ ഇരിപ്പുണ്ട്. അഗൈൻ ഒരു അഡ്വഞ്ചർ 390 ഇവിടെയുണ്ട്. 2.75 lakhs ആണ് ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസ് വരുന്നത്. 23,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ വീണ്ടും 1-2 അഡ്വഞ്ചർ 390 ഇരിപ്പുണ്ട്. ഫുള്ളി ലോഡഡ് ആയിട്ടുള്ളൊരു 390 ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ടോപ്പ് ബോക്സും പാനിയേഴ്സ് എല്ലാം വന്നിട്ടുണ്ട്. 2.9 lakhs ആണ് ആസ്കിങ് പ്രൈസ്. 8,700 കിലോമീറ്റേഴ്സ് മാത്രമേ ഓടിയിട്ടുള്ളൂ. ജൂലൈ 21 മോഡൽ ബൈക്കാണ്. ഓക്കെ, ഞാൻ ഈ സ്പീഡിന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നുണ്ട്. ഒരുപാട് ബൈക്സ് കവർ ചെയ്യുന്നുണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് അതിലൊരു പ്രശ്നം തോന്നുവാണെങ്കിൽ സദയം ക്ഷമിക്കുക, ഒന്ന് സ്ലോ മോഷനിലിട്ട് കണ്ടു നോക്കുക. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് കമൻസിൽ നിങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഒരു പ്രൈസ് എന്തെങ്കിലും പോയിന്റ് മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കുക. ഞാൻ തീർച്ചയായിട്ടും അതിന് കമൻറ്റ്സിനെല്ലാം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ട KTM സീരീസ് ബൈക്സിൻ്റെയൊക്കെ വില വിവരങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് എക്സ്പൾസുകളിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളൊരു അഡ്വഞ്ചർ ഇപ്പോൾ കണ്ടിട്ട് വന്ന സ്ഥിതിക്ക് വീണ്ടും ഒരു പ്രോപ്പർ കുറച്ചുകൂടി ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ബൈക്കാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എക്സ്പൾസ് ഈസ് ഹിയർ. 2021 മാർച്ച് ബൈക്കാണ്. 1.2 lakhs മാത്രം കൊടുത്ത് നിങ്ങൾക്ക് ഒരു ബൈക്ക് സ്വന്തമാക്കാം. കുറച്ചുകൂടി പുതിയ ബൈക്കാണെങ്കിൽ 2022 ജൂലൈ ബൈക്കാണ്. 1.45 lakh മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതും ഒരുപാട് വിലയെന്നുള്ളൊരു ബൈക്കല്ല ഫ്രഷിനും. പക്ഷേ നിങ്ങൾക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബൈക്ക് ഓടിച്ചൊക്കെ നോക്കിയതിന് ശേഷം വാങ്ങാം കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു ഫോർക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഷാസി എന്നൊക്കെ ഉള്ളത് എത്രമാത്രം ഓക്കെ ആണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പിച്ചതിന് ശേഷം ഇങ്ങനെ ബൈക്ക് സെക്കൻഡ് ഹാൻഡ് നോക്കുക. കാരണം ഇതൊക്കെ എത്രമാത്രം പുഷ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ, എന്തൊക്കെ കംപ്ലയിൻസ് ആണ് വരാമെന്നുള്ളത്. ഓഫ് കോഴ്സ് പിന്നെ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ചെക്ക് ചെയ്യാം. നിങ്ങൾ പറ്റുമെങ്കിൽ ഷോറൂമിലൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് ചോദിക്കാം എന്താണ് ആക്സിഡൻറ്റ് ഹിസ്റ്ററീസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇത് 200 4V ആണ് കേട്ടോ. അപ്പോൾ 4V എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഹൈവേ പെർഫോമൻസ് ഒക്കെ കിട്ടും. 2022 ഓഗസ്റ്റ് മോഡലാണ്. 1.45 lakh ആണ് അതിൻ്റെ ഒരു ആസ്കിങ് പ്രൈസ്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ എക്സ്പേർട്സുകളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റാലി പ്രോ ഒന്നും ഞാൻ എവിടെയും കണ്ടില്ല, റാലി കിറ്റുള്ള ബൈക്കൊന്നും കണ്ടില്ല. എല്ലാം സാധാ എക്സ്പേർട്സുകളാണ്. കുറേ അറൗണ്ട് 5 V3 ഇരിപ്പുണ്ട്. അപ്പോൾ V4 ഉണ്ടെങ്കിലും V3 ഫാൻസ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ 2021 V3ക്ക് 1.65 lakh, 2022 V3ക്ക് 1.8 lakh. അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു വില പോകുന്നത്. ഓക്കെ, V2 ഒക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, അറൗണ്ട് 5S ആണത്. V4ലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഒരു V5 വരാൻ സമയമായെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. യമഹയിൽ നിന്നൊന്നും കേട്ടിട്ടില്ല, മേ ബി സമയമായിട്ടുണ്ടാവും. മെയ് 2022 ബൈക്കാണ്. 2 ലക്ഷം രൂപയ്ക്കാണ് ഇതിൻ്റെ ചോദിക്കുന്നത്. ഓക്കെ, 2,05,000, 2,10,000 2022 ജൂൺ. ആ ഒരു ഗ്രേ, ബ്രില്യൻ ഗ്രേ കളർ ഉണ്ട്. R7 ഓർമ്മിപ്പിക്കുന്ന ആ ഒരു ബ്ലൂ കളറിലേക്ക് നമുക്ക് വരാം. കുറച്ച് പൊടി പിടിച്ചിരിക്കാണ്ട് ഈ ബൈക്കൊക്കെ. അറൗണ്ട് 5M ആണ്. 2 lakhs ആണ് ഇതിനും ആസ്കിങ് പ്രൈസ്. 6,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 2022 ഒക്ടോബർ ബൈക്കാണ്.
1.5 വർഷം പോലും ആവാത്ത ബൈക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം R15 ഒരു കളക്ഷൻ ഇവിടെ ഉണ്ട്. ഇവരെനിക്ക് തോന്നുന്നു ആ റെഡ് കളറിലുള്ള V3 ഇത് സെറാമിക് കോട്ടിങ്ങുകളും ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കും, അതുകൊണ്ട് എനിക്ക് പൊതിഞ്ഞ് വെച്ചേക്കുന്നത്. MH05 ആണ്, 2022 ഡിസംബർ ബൈക്കാണ്. 1,85,000 ആണ് ഇതിൻ്റെ ഒരു ആസ്കിങ് പ്രൈസ്. ഓക്കെ, 2,10,000 ആയിരുന്നു ഇട്ടായിരുന്നു, അവരത് പ്രൈസ് കുറച്ച് 1,85,000 ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊള്ളാം, എനിക്ക് തോന്നുന്നു കവർ ചെയ്തിട്ടിരിക്കുമ്പോൾ അവരങ്ങനെ എന്തെങ്കിലുമൊക്കെ ബഫിങ്ങോ പരിപാടിയൊക്കെ ചെയ്തിട്ടിരിക്കണമായിരിക്കും, അതുകൊണ്ടായിരിക്കും, കാരണം പൊടി അടിച്ച് കയറുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബൈക്കിൻ്റെ വിശേഷം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ബൈക്സൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ബൈക്സൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ നിങ്ങൾ മുംബൈ ബേസ്ഡ് ആയിട്ടൊക്കെ ഉള്ളതാണെങ്കിലായിരിക്കും നല്ലത്. പക്ഷേ കുറച്ച് സൂപ്പർ ബൈക്സ് അല്ലെങ്കിൽ കുറച്ച് പഴയ ബൈക്സൊക്കെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കാം മേ ബി. ഓക്കെ, അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. MT15 14,000 കിലോമീറ്റർ ഓടിയ 2022 സെപ്റ്റംബർ ബൈക്കിൻ്റെ വില 1.85 lakhs. ഓക്കെ, അങ്ങനെയാണ് MT സീരീസിൻ്റെയൊക്കെ ഒരു വില പോകുന്നത് കേട്ടോ. 1.9 lakhsന് ഓക്കെ 1.80 lakhs ഇതൊക്കെ വില കുറച്ചിട്ടേക്കാണ് അവർ. അതായത് 2022 മെയ്യിലുള്ളൊരു ബൈക്കാണ്, ഏകദേശം 2 വർഷം ആവാറായിട്ടുണ്ട്. 12,000 കിലോമീറ്റർ മാത്രം ഓടിയുള്ള നല്ല കണ്ടീഷനിലുള്ള ബൈക്ക് കേട്ടോ. അപ്സൈഡ് ഡൗൺ ഫോക്സ് വരുന്ന ബൈക്കാണ് ഇതൊക്കെ. ഇതെല്ലാം പുതിയ സീരീസാണ്. 1-2 മാത്രമാണ് പഴയത്, USD ഫോക്സ് ഇല്ലാത്തത് ഇരിപ്പുള്ളൂ ഇവിടെ. ബാക്കിയെല്ലാം പുതിയ ബൈക്ക് തന്നെയാണ്. 2 lakhs ആ ഒരു റേഞ്ചൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് 2020 ബൈക്കിനൊക്കെ. SRK 400 നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. QJ മോട്ടോഴ്സിൻ്റെ ഒരു കിടലൻ സാധനമാണ്, 2 സിലിണ്ടറിലുള്ള പെട്ട സാധനം, അന്യ സൗണ്ടുള്ള സാധനം. എക്സോസ്റ്റ് നോട്ട് കേൾപ്പിച്ചു തരാം. സൗണ്ട് കേൾപ്പിച്ച് തരാമെന്ന്, പക്ഷേ ഇതിന് പെട്രോളൊന്നും ഒഴിച്ച് വെച്ചിട്ടില്ല ഇവന്മാർ. BMW G310 GS. നമ്മൾ കൊച്ചിയിലുള്ള നമ്മൾ മല്ലു ട്രാവലറിൻ്റെ ഷോറൂമിലൊക്കെ പോയിട്ട് വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും, ഞാൻ സൂപ്പർ ബൈക്സിൻ്റെ മാത്രം വില പറഞ്ഞപ്പോൾ എല്ലാവരും പറയണ്ടായിരുന്നു GSൻ്റെ വിലയായിരുന്നു അറിയേണ്ടത്, പറഞ്ഞില്ല എന്നൊക്കെ. അപ്പോൾ ഇവിടെ 310 GS ഇരിപ്പുണ്ട്. നമുക്ക് ഇതിൻ്റെ വില എന്തായാലും പറഞ്ഞേക്കാം. ഇതിന് കുറച്ച് കാര്യങ്ങൾ മിസ്സിങ് ആണ് ഇവിടെ. ആ ഒരു ഇതുപോലെ ഒരു ഗാർഡൊക്കെ വേണമായിരുന്നു, അപ്പോഴാണ് ഈ ഒരു ബൈക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഫീൽ നമുക്ക് വരുള്ളൂ. 3.45 lakhs ആണ് ഈ ഒരു മെയ് 2022 മോഡലിലുള്ള 3,300 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഫസ്റ്റ് ഓണർ ബൈക്കിന് ഇവർ ചോദിക്കുന്ന ഒരു പ്രൈസ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും കുറച്ച് എന്നല്ല, അത് കൂടുതലാണ് ആക്ച്വലി. ഓക്കെ, ഇതിലും നല്ല ഡീൽസ് നമുക്ക് നാട്ടിൽ ഓഫ് കോഴ്സ് കിട്ടും. അഗൈൻ ഈ ഒരു ബൈക്ക് വീണ്ടും ഒരു GS ഇവിടെ ഇരിപ്പുണ്ട്. 2018 മോഡലാണ് കേട്ടോ. 2.9 lakhs ആണ് ഇതിൻ്റെ ഒരു ആസ്കിങ് പ്രൈസ്. ഓക്കെ, ഇത് പഴയ മോഡലാണ്, അതാണ് നിങ്ങൾക്ക് കാണാൻ പറയാം. ഒരു ഹാലജൻ ലാമ്പൊക്കെയാണ്. പുതിയ മോഡലിൽ ഇവർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള LED ഹെഡ് ലാമ്പ് എല്ലാം കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. പണ്ട് ഈ ഒരു ബൈക്കിന് നല്ല വിലയുണ്ടായിരുന്നു, ഏകദേശം 4.5 ലക്ഷം രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു മുകളിൽ വിലയുണ്ടായിരുന്ന ഒരു ബൈക്കാണ്.